വരുന്ന മെയ് മാസത്തിൽ നടക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നാണ് അങ്ങയുടെ ഒരു നിഗമനം? പറഞ്ഞോ. 2026 ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ ത്രികോണ മത്സരമാണ് കാണുന്നത്. ത്രികോണ മത്സരത്തിൽ ജയിക്കാൻ ചാൻസ് UDF എന്നുവെച്ചാൽ മൈനോറിറ്റി അധികാരത്തില് ഇത് ഇനി കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല എന്നതാണ് എൻ്റെ. മെജോറിറ്റി വേണം എപ്പോഴും അധികാരത്തിൽ വരാൻ. മെജോറിറ്റി അധികാരത്തിൽ വരാൻ കൂട്ടുകെട്ട് വേണമെങ്കിൽ അത് ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ അറിയും. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അയ്യടാ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നത് അത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ ലോക്സഭാ ഇലക്ഷൻ പോലെ ആയി. ഇവിടെ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം അല്ലേ നിലനിൽക്കുന്നത്, അല്ലാതെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ലല്ലോ. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയാൽ അദ്ദേഹം ജയിക്കുമെന്നാണല്ലോ ഇന്ത്യയിലെ ഒരു സിസ്റ്റം. താങ്കൾ പറയുന്നത് ഒരു 30 വോട്ട് കിട്ടിയവന് അധികാരത്തിൽ വരണമെന്ന്. അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് വ്യക്തമായ എൻ്റെ അഭിപ്രായം. എപ്പോഴും മെജോറിറ്റിയുടെ കൂടെ ആയിരിക്കണം പറയുന്നത്. മൈനോറിറ്റി രാജ്യം ഭരിച്ചാൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുകയില്ല, മൈനോറിറ്റിക്ക് നേട്ടങ്ങളുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് പ്രധാന പോരാളികളിൽ 2 കക്ഷികൾ ഒരുമിച്ച് നിന്ന് മറ്റൊരു കക്ഷിയെ തോൽപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് അടുത്ത നിയമസഭാ ഇലക്ഷന് അഭികാമ്യം. അത് ഇലക്ഷൻ കഴിഞ്ഞ് കൊണ്ടുവരുന്നതിനേക്കാണ് ഇലക്ഷന് മുമ്പേ അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കുകയും എല്ലും എന്നും ലെഫ്റ്റും എക്സിക്യൂട്ടീവും ഒരുമിച്ച് നിന്ന് ജയിക്കാൻ വേണ്ടി ഇലക്ഷന് പൊരുതണമെന്നാണ്. അതായത് മാറ്റിക്ക് വേണ്ടി പൊരുതുന്നതും ജയിക്കാൻ വേണ്ടി പൊരുതുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ 2026 ഇലക്ഷന് ജയിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത് പ്രസിദ്ധമായ ശാർക്കര ദേവീക്ഷേത്രമാണ്. ശാർക്കര ദേവീക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ്. ചരിത്ര പ്രസിദ്ധമായ സ്ഥലം എന്ന് പറയാൻ കാരണം ഇവിടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1740 ആദ്യമായി കാലിയൂട്ട് മഹാമകം ഈ പ്രദേശത്ത് കൊണ്ടുവന്നു. അദ്ദേഹം കാലിയൂട്ട് മഹാമകം എന്തിനാണ് ഇവിടെ നടത്തിയതെന്ന് അറിയാമോ? കായംകുളം മഹാരാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിന്റെ പ്രതീകമായി അദ്ദേഹം ശാർക്കര ദേവിക്ക് ഒരു നേർച്ച നേർന്നു. ഞാൻ എല്ലാ കൊല്ലവും ദേവി ഈ യുദ്ധം ജയിക്കുകയാണെങ്കിൽ കാളിയൂട്ട് മഹോത്സവം ഇവിടെ നടത്താമെന്ന്. അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയാണ് അദ്ദേഹം കാളിയൂട്ട് മഹോത്സവം ആദ്യമായി ഈ പ്രസിദ്ധ ക്ഷേത്രത്തിൽ നടത്തിയത്. അന്ന് അദ്ദേഹം ആരുമായാണ് കൂട്ടുകൂടിയത്? ബ്രിട്ടീഷുകാരുമായി കൂട്ടുകൂടിയാണ് കായംകുളം രാജാവിനെ തോൽപ്പിച്ചത്. അപ്പോൾ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാർക്കും ഒരു യുദ്ധത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ NDA സഖ്യത്തിനും LDFനും അടുത്ത 2026 ഇലക്ഷന് ഒരുമിച്ച് നിന്ന് മൈനോറിറ്റിയായ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കോൺഗ്രസ് കാലാകാലമായി ഇവിടെ ഭരിക്കുകയും ഭരിച്ചതിൻ്റെ ഫലമായി നമുക്ക് തിരുവനന്തപുരം, കൊല്ലം ദേശങ്ങൾക്ക് വളരെയധികം കേടുപാടുകൾ, വികസനപരമായി അവർ ഒന്നും ചെയ്തിട്ടില്ല. തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും അവഗണിക്കുകയാണ് ഉണ്ടായത്. അല്ല, LDF ചെയ്തു എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഡെവലപ്മെന്റ് കോൺഗ്രസ് ഭരിച്ചത് കൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ പോകുന്നത്. ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ കൊണ്ടുവന്ന് ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിച്ചതാരാ? ഇല്ലെങ്കിൽ 1991 എക്കണോമിക് ക്രൈസിസിൽ ഇന്ത്യ തകർന്നു പോകുമായിരുന്നു.
പിന്നെ പാകിസ്ഥാൻ 2 സൈഡിലായി കിടന്ന് ഇന്ത്യയുടെ മറ്റേ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും. അങ്ങനെ ഈസ്റ്റ് പാകിസ്ഥാനെ ബംഗ്ലാദേശാക്കി ഇന്ദിരാഗാന്ധി മാറ്റി. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള സംഭാവനകൾ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ടെക്നോളജിക്കൽ റവല്യൂഷൻ രാജീവ് ഗാന്ധിയാണ് കൊണ്ടുവന്നത് ഇന്ത്യയിൽ, മൊബൈൽ. അതിനെയൊക്കെ എതിർത്തവരാണ് ഈ CPM-കാരൊക്കെ. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ സമയത്ത് പുരോഗതി ഇല്ലെന്ന് പറയുന്നത് ശരിയാണോ? എനിക്ക് താങ്കൾക്ക് മറുപടിയായി പറയാനുള്ള എന്തെന്നാൽ, താങ്കൾ ഒരു കുട്ടികളെ പോലെ ബാലിശമായി ചോദ്യങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ടെന്നാൽ ഇവിടെ LDF-ന്റെയും BJP-യുടെയും എല്ലാം തനതായ രൂപങ്ങൾ എല്ലാ കാലവും ഇവിടെ നിലനിന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. ഇന്ത്യൻ സമൂഹത്തിൽ ബ്രിട്ടീഷുകാരെ എതിർത്ത് നിന്നതാരാ? ഈ LDF BJP മനോഭാവമുള്ള ആൾക്കാരാ. അല്ല, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, പ്രമുഖ നേതാക്കളെല്ലാം കോൺഗ്രസ് ചിന്താഗതിക്കാരായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് എന്തുകൊണ്ട് കോൺഗ്രസ് വിട്ടുപോയി? VPC എന്തുകൊണ്ട് വിട്ടുപോയി? എല്ലാരും കോൺഗ്രസ് വിട്ടുപോവുകയല്ലേ ചെയ്യുന്നത്? ഐഡിയോളജിയിൽ വരുന്ന ചില മാറ്റങ്ങൾ. ഐഡിയോളജി അല്ല കുഞ്ഞെ അവിടെ പ്രധാനമായി കാണുന്ന, അത് ഡെമോക്രാറ്റിക് പ്രോസസ് അല്ല കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിലകൊള്ളുന്നത്. അവിടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അണികള് സ്വീകരിക്കുകയാണ്. അത് ശരിയാകും. പക്ഷെ ദേശീയ അധ്യക്ഷനെ വരെ തെരഞ്ഞെടുപ്പിലൂടെ സെലക്ട് ചെയ്ത കോൺഗ്രസ് അല്ലേ? ശശി തരൂരും മല്ലികാർജുൻ ഖാർഗെയും കൂടെ മത്സരിച്ച്. അങ്ങനെ CPM-ഓ BJP-യോ എല്ലാം തിരഞ്ഞെടുക്കുന്നുണ്ട്. അത് ആ തിരഞ്ഞെടുപ്പൊന്നും ഡെമോക്രാറ്റിക് തിരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ച് ഒളിഗോപോളി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. കുറച്ച് ആൾക്കാർ ഒരുമിച്ച് നിന്നിട്ട് അതിനെ ഡെമോക്രസി എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഡെമോക്രസി എന്ന് പറയുമ്പോൾ എല്ലാ മെമ്പേഴ്സും കൂടെ ചേർന്നാണോ സെലക്ട് ചെയ്യുന്നത്? എല്ലാ മെമ്പേഴ്സിനും അതിലൊരു വോയിസ് ഇല്ലല്ലോ. അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പില് ആ കോൺഗ്രസിന്റെ മൈനോറിറ്റി തെരഞ്ഞെടുപ്പ് അല്ല നമ്മുടെ പ്രശ്നം. 26-ലെ നിയമസഭാ ഇലക്ഷനാണ് ഇത്. നിയമസഭാ ഇലക്ഷന് LDF-ഉം NDA സഖ്യവും കൂടി ഒരുമിച്ച് നിന്ന് കോൺഗ്രസിനെ നേരിട്ട് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് ഈ ബഹുഭൂരിപക്ഷം കേരളീയ ജനതയുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലക്കാരുടെ ആവശ്യമാണ്. ഇത് LDF-ഉം UDF-ഉം പരിഗണിച്ച് വേണ്ടത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബഹുഭൂരിപക്ഷം കേരള ജനങ്ങൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. യൂത്തിൻ്റെയൊക്കെ ഒരു പ്രിഡോമിനന്റ് സപ്പോർട്ട് UDF-നുണ്ട്. ആൾക്കാരുടെയൊക്കെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും കൂടുതൽ ആൾക്കാർ പിന്തുണയ്ക്കുന്നതൊക്കെ ഒരു കോൺഗ്രസ്. അല്ല, സോഷ്യൽ മീഡിയ വോട്ടവകാശമൊക്കെ 2 കൊല്ലം കഴിഞ്ഞാൽ കിട്ടും. 16 വയസ്സാണ് ഇന്ത്യയിലെ ലോകത്തെ ബാക്കി രാജ്യങ്ങളിലെല്ലാം മിക്കവാറും. ഇവിടെ 18 പോയി. എത്രയെങ്കിലും ഇലക്ഷനുകൾ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ അനുഭവ സമ്പത്ത് വെച്ച് പറയുകയാണ്, LDF BJP സഖ്യവും കൂടി NDAയും കൂടി ഒരുമിച്ച് നിന്ന് 2026 ഇലക്ഷന് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് ചരിത്രത്തിന്റെ ആവശ്യകതയാണ്. ആ ആവശ്യകത നിറവേറപ്പെടട്ടെ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ പുരോഗതിക്ക് പകരം അധോഗതിയിലേക്കായിരിക്കും സഞ്ചരിക്കുന്നത്. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. പിന്നെ ഈ പ്രസിദ്ധമായ ശാർക്കര ക്ഷേത്രത്തിൽ നിന്ന് പറയുമ്പോൾ, കായംകുളം ദേശത്തെ തോൽപ്പിക്കുവാൻ മാർത്താണ്ഡവർമ്മയ്ക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അങ്ങനെ LDF-ഉം UDF-ഉം കൂടി കോൺഗ്രസ് സഖ്യത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. LDF-ഉം NDAയും കൂടി കോൺഗ്രസ് സഖ്യത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ ശാർക്കര അമ്പലത്തിലേക്ക് എന്തെങ്കിലും ഉത്സവങ്ങൾ, ആ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ശാർക്കര ക്ഷേത്രത്തിന് നൽകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. 2026 നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുന്നത് അച്ഛൻ കാണും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് ഡെവലപ്മെൻറ്റുകളൊക്കെ പ്രകടനപത്രികയിൽ വരുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും തെലുങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്.
BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാളും കുറച്ചും കൂടെയൊക്കെ. എന്ന് തന്നെ പറഞ്ഞാലും കുഞ്ഞെ, രാജ്യ പുരോഗതിയും ദേശ പുരോഗതിയും പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ പുരോഗതി, തിരുവനന്തപുരം കൊല്ലം ജില്ല എന്ന് ഉദ്ദേശിക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന നാഗർകോവിലും കന്യാകുമാരിയും എല്ലാം കൂടി ചേർന്ന ഒരു വികസനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എറണാകുളം വഴി പോകുന്നതിനേക്കാൾ നാഗർകോവിൽ വഴി മദ്രാസ് വഴി പോകുന്നതാണ് ഏറ്റവും സൗകര്യപ്രദമായ റൂട്ട്, ഏറ്റവും വേഗതയിൽ എത്താൻ കഴിയുന്ന റൂട്ടും. ആ റൂട്ട് ഡെവലപ്പായി വരേണ്ടതും അനിവാര്യതയാണ്. കാലത്തിൻ്റെ അനിവാര്യതയ്ക്കെതിരെ ഏതെങ്കിലും ദേശത്തെ കുറച്ചു പേര് ചേർന്ന് ഹൈക്കോടതി ബെഞ്ച് ഇല്ലാതാക്കിയതുപോലെയും ഇതൊന്നും ചെയ്യരുത് എന്ന് ഈ പ്രദേശം ഹൈക്കോടതി ബെഞ്ചും അതുപോലെ തന്നെ നാഗർകോവിൽ വഴിയുള്ള യാത്രാ സൗകര്യവും 4 വരി പാതയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.